2016 10 വർഷം പ്രവാസിയായിരുന്ന ഒരു വ്യക്തിയായിരുന്നു. പ്രവാസ ജീവിതത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ടായിരുന്നു മൈഗ്രെയിൻ എന്നുള്ള പ്രശ്നം, അല്ലേ? ഒരുപാട് ആൾക്ക് ഉണ്ടാവുമായിരിക്കാം. പക്ഷേ അതിൻ്റെ അസഹനീയമായ വേദന അനുഭവിക്കുന്ന ആ ഒരു പ്രശ്നം ഉള്ളത് കൊണ്ട് തന്നെ അവിടുന്ന് കംപ്ലീറ്റ് ക്ലോസ് ചെയ്യേണ്ടി വന്നു. നല്ലൊരു കമ്പനിയിൽ സൂപ്പർവൈസറായിട്ട് വർക്ക് ചെയ്തതായിരുന്നു. ഏകദേശം 1,20,000 രൂപ പെർ മന്ത് സാലറി എടുത്ത ആളായിരുന്നു. എന്താ പറയുക, തലവേദന കാരണം ആ ഒരു ജോബ് റിസൈൻ ചെയ്ത് നാട്ടിൽ വന്നു. തൽക്കാലം ഒരു റിക്ഷ ഓടിച്ച് ഒരു 10 വർഷത്തോളം റിക്ഷ ഓടിച്ചുകൊണ്ടിരിക്കുന്ന അവസരത്തിലാണ് ഈ ഒരു പ്രൊഡക്റ്റുമായിട്ട് നമ്മുടെ ആലപ്പുഴയിലുള്ള ഗ്രേറ്റ് ലീഡേഴ്സ് ആയിട്ടുള്ള ഹരി സാറും അതുപോലെ നമ്മുടെ ജിവിൻ സാറും ഈ ഒരു പ്രോഡക്റ്റ് എന്നെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് എൻ്റെ വീട്ടിലേക്ക് വന്നത്. കാരണം അവർക്ക് എൻ്റെ മൈഗ്രെയിനെ കുറിച്ച് അറിയായിരുന്നു, മുമ്പേ പരിചയം ഉണ്ടായിരുന്ന വ്യക്തികളായിരുന്നു. അങ്ങനെ എൻ്റെ വീട്ടിൽ വന്നു, എന്നോട് പറഞ്ഞു നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക്, ഈ മൈഗ്രെയിനുള്ള പ്രശ്നങ്ങൾക്ക് എന്തുണ്ടാവും, ഒരു പരിഹാരം ഇതിലുണ്ടാവും, നിങ്ങൾ ഈ ബ്രേസ്ലെറ്റ് കെട്ടിയാൽ മതി എന്ന് പറഞ്ഞു. ഇതെല്ലാം നമ്മുടെ സാധാ റിസ്റ്റ് ബാൻഡ് ഉണ്ടല്ലോ, അത് കെട്ടിയാൽ മതി എന്ന് പറഞ്ഞു. സ്വാഭാവികമായിട്ടും ഞാനൊന്ന് പുച്ഛിച്ച് തള്ളി. കാരണം ഇത്രയും വലിയൊരു മൈഗ്രെയിന് നിങ്ങൾ ഈ പറഞ്ഞ സാധനത്തിനെ കൊണ്ട് കെട്ടിക്കഴിഞ്ഞാൽ ഭയങ്കര അത്ഭുതമാണല്ലോ എന്ന് പറഞ്ഞപ്പോൾ ഗ്രേറ്റ് ലീഡർ ആയിട്ടുള്ള ഹരി സാർ എന്ത് ചെയ്തു, ആ പാക്കറ്റിൽ നിന്ന് ആ സാധനം റിമൂവ് ചെയ്ത്, ആ സമയത്ത് ഇവർ പറയുന്ന സമയത്ത് എനിക്ക് മൈഗ്രെയിൻ ഉണ്ട്, ശക്തമായ മൈഗ്രെയിൻ. കാരണം എൻ്റെ മൈഗ്രെയിൻ വന്നാൽ നെറ്റി ഇങ്ങനെ ചുളിയും. അത് വന്നാലുള്ള മെയിൻ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചുമരിനെ കൊണ്ടുപോയിട്ട് തല ഇടിക്കുക എന്നുള്ള ഒരു പരിപാടിയാണ് ഉണ്ടായിരുന്നത്. എന്നിട്ട് ഒരു ഡോളോ കഴിക്കും, കിടന്നുറങ്ങിയതിന് ശേഷം നല്ല കടുപ്പത്തിലൊരു ചായ കുടിച്ചൊക്കെ അങ്ങനെ എന്തൊക്കെയോ സംഭവങ്ങൾ ഉണ്ടായിരുന്നു. അങ്ങനെ അൺബിലീവബിൾ, വെറും 3 മിനിറ്റ് എൻ്റെ തലയിൽ കെട്ടിയപ്പോൾ തന്നെ എൻ്റെ നെറ്റിയുടെ ചുളിവൊക്കെ മാറി. കണ്ണൊക്കെ എപ്പോഴും എന്താ പറയുക, അടഞ്ഞ ഒരു പൊസിഷനിലാണ് ഉണ്ടായിരുന്നത്. അതൊക്കെ ഒന്ന് ഇത് വന്നപ്പോൾ എനിക്കിത് വിശ്വസിക്കാനും പറ്റുന്നില്ല. എന്താണ് ഇതിലുള്ള മാജിക് എന്താണെന്നുള്ള ഒരു കൺഫ്യൂസ്ഡായി. അങ്ങനെ ഹരി സാർ എന്നെ നിർബന്ധിപ്പിച്ചു. പൈസ ഒന്നും ഞാൻ ആ സമയത്ത് ഞാൻ കൊടുത്തിട്ടില്ല. കാരണം 11,900 ഡബിൾ പാക്കേജ് ആണ് അവിടെ വീട്ടിലേക്ക് കൊണ്ടുവന്ന്. ഞാൻ പറഞ്ഞു തൽക്കാലം നിങ്ങൾ പ്രൊഡക്റ്റ് വെക്ക്, ഞാൻ എന്തായാലും ബിസിനസ്സിലൊന്നും ഞാനില്ല. കാരണം ഇത്രയും ഇത് വിശ്വസിക്കാനുള്ള ഒരു ബുദ്ധിമുട്ട്, വേറൊന്നുമല്ല. അങ്ങനെ അവർ പ്രൊഡക്റ്റ് അവിടെ വെച്ചിട്ട് പോയി. ഞാൻ 2 ദിവസം കഴിഞ്ഞപ്പോൾ സെയിം ഞാനത് ഉപയോഗിച്ചില്ല, കെട്ടിയിട്ടൊന്നുമില്ല. 2 ദിവസം കഴിഞ്ഞ് ഞാൻ ട്രിപ്പൊക്കെ ഓടി വന്നു. അന്നൊരു ബാംഗ്ലൂരൊക്കെ എനിക്കൊരു ടാക്സി എടുത്തിട്ട്, ഇന്നോവ എടുത്തിട്ട് പോകാനുണ്ടായിരുന്നു. ബാംഗ്ലൂർ ട്രിപ്പ് കഴിഞ്ഞ് തിരിച്ചു വന്നപാട് വീണ്ടും എനിക്ക് പറഞ്ഞ പോലെ തലവേദന സ്റ്റാർട്ടായി. അന്ന് ഈ പറഞ്ഞ 2 ദിവസം മുന്നേ ഹരി സാർ കെട്ടിത്തന്ന ആ സാധനം വീണ്ടും എടുത്തിട്ട് ഞാനൊന്ന് തലയിൽ കെട്ടിയപ്പോൾ ഇറ്റ്സ് അമേസിങ് എന്ന് മനസ്സിലായി. കാരണം വേറൊന്നുമല്ല, 3 മിനിറ്റ് സമയം കൊണ്ട് വീണ്ടും ആ ഹെഡേക്ക് മാറിയപ്പോൾ അന്ന് ഞാൻ എടുത്തൊരു തീരുമാനം വേറൊന്നുമല്ല, ആ സാധനം കുറച്ചു നേരം തലയിൽ കെട്ടി എൻ്റെ തലവേദന എന്ത് ചെയ്തു. ഇന്ന് മാഷാ അല്ലാഹ് ഏകദേശം ഒരു 6 മാസമായി ഞാൻ ഈ ബിസിനസ്സുമായിട്ട് മുന്നോട്ട് പോകുന്നു. ഇന്നാണ് ഈ സാധനം ഞാൻ കെട്ടിയത്. കാരണം ഇന്നലെ വരെ എൻ്റെ കൈക്ക് റിസ്റ്റ് ബാൻഡാണ് ഉണ്ടായിരുന്നത്. 6 മാസം കൊണ്ട് ഇതുവരെ എൻ്റെ തലയിൽ ഒരു വേദന ഇതുവരെ വന്നിട്ട്. ഒന്നാമത്തെ റിസൾട്ട്. രണ്ടാമത്തെ എൻ്റെ വീട്ടിലുള്ള റിസൾട്ട് എന്ന് പറഞ്ഞാൽ എൻ്റെ ഉമ്മാൻ്റെ റിസൾട്ട് തന്നെയാണ്. ശരീരവേദന, മുട്ടുവേദന, പൈൽസിൻ്റെ ചെറിയൊരു പ്രോബ്ലം. ഈ ഒരു പ്രോഡക്റ്റ് ഡബിൾ ഉണ്ടല്ലോ, അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, ഒന്ന് ഉമ്മാക്ക് കൂടി കൊടുത്തു. ഉമ്മ 3-ാമത്തെ ദിവസം എന്നോട് പറഞ്ഞത്, ജംഷി നീ ഓട്ടോ ഓടിക്കുന്നതിൻ്റെ കൂടെ ഈ സാധനം ആർക്കെങ്കിലൊക്കെ കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതുകൂടി നീ പ്രൊമോട്ട് ചെയ്യ് മോനെ എന്നുള്ള സപ്പോർട്ട് എൻ്റെ ഉമ്മാൻ്റെ സൈഡിൽ നിന്ന് എനിക്ക് കിട്ടിയപ്പോൾ ഈ ഒരു പ്രസ്ഥാനം ഞാൻ മഹത്തായിട്ട് ഏറ്റെടുത്തു, നെഞ്ചിൽ വെച്ച് ഏറ്റെടുത്തു. അതുകൂടാതെ എൻ്റെ വൈഫിൻ്റെ റിസൾട്ട് വേറൊന്ന്. കാരണം ഡബിൾ കിറ്റിൽ 1 ഞാനും വൈഫ് യൂസ് ചെയ്തു. ഇന്ന് 3 കിറ്റ് ഓൾറെഡി യൂസ് ചെയ്യുന്നുണ്ട്. വൈഫിന് ശക്തമായ അസ്താലിൻ എന്ന് പറയുന്ന, നമ്മൾ എന്താ പറയുക, ആസ്മ എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ, അതിൻ്റെ എല്ലാ സമയത്തും നെബുലൈസ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. അപ്പോൾ മെഷീനൊക്കെ ഞാൻ വീട്ടിൽ തന്നെ 5,600 രൂപ കൊടുത്ത് വീട്ടിൽ തന്നെ വാങ്ങി വെച്ചിട്ടുണ്ട്. എല്ലാ സമയത്തും ഹോസ്പിറ്റലിൽ പോകാൻ പറ്റില്ല എന്ന് വിചാരിച്ചിട്ട്. ഇന്ന് വീണ്ടും ഞാൻ പറയാം, മാഷാ അല്ലാഹ് 6 മാസത്തിൽ മുകളിലായി ആ മെഷീൻ ഉപയോഗിച്ചിട്ട്. കാരണം വേറൊന്നല്ല, അങ്ങനെയുള്ള ഒരു ശ്വാസമുട്ടലോ അല്ലെങ്കിൽ എൻ്റെ ഉമ്മാൻ്റെ പ്രശ്നങ്ങളോ എനിക്കുള്ള തലവേദനയോ എനിക്കില്ല. ഇന്ന് ഞാൻ ശക്തമായിട്ട് ഏകദേശം 180ഓളം പ്രോഡക്റ്റ് ഞാൻ ഇന്ന് എന്ത് ചെയ്തിട്ടുണ്ട്, ജനങ്ങളിലേക്ക് കൊടുത്തു. ആ 180 പേരിൽ നിന്നും ഒരാൾ പോലും എന്നോട് ഇതുവരെ നീ തന്ന പ്രോഡക്റ്റ് ഗുണമില്ലാടാ അല്ലെങ്കിൽ ഗുണമില്ലാടാ എന്ന് ആര് പറഞ്ഞിട്ടില്ല, ഒരാൾ പോലും പറഞ്ഞിട്ടില്ല. ഇന്ന് 1 ലക്ഷം രൂപയുടെ ഫ്രാഞ്ചൈസി എടുത്ത് ശക്തമായി ബിസിനസ് ചെയ്തുകൊണ്ട് ഇന്ന് രാവിലെ ഞാൻ കാസർഗോഡ് ഉണ്ടായിരുന്നത്, ഗ്രൂപ്പിലുള്ളവർക്ക് അറിയാം, ഞാൻ കാസർഗോഡ് ഉണ്ടായിരുന്നു, ഒരു പ്രോഡക്റ്റ് കൊടുക്കാൻ പോയതാ.
അവിടുന്ന് 12 മണിക്ക് കയറിയ ട്രെയിൻ ഞാൻ ഇപ്പോൾ എത്തി നിൽക്കുന്ന കാലിക്കറ്റാണ്. വൈകുന്നേരം വീണ്ടും കണ്ണൂരേക്ക് തിരിച്ചു പോകും. ശക്തമായിട്ട് 24/7 ഈ ബാറ്റോറിയം നെഞ്ചിലേറ്റിക്കൊണ്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. എന്തായാലും എൻ്റെ റിസൾട്ട് നിങ്ങൾ എല്ലാവർക്കും ഇതുപോലെയുള്ള റിസൾട്ടുകൾ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്ന് വന്ന പുതിയ ആൾക്കാർക്ക് ഇതൊരു എന്താ പറയുക, എൻ്റെ വാക്കുകൾ ഒരു പ്രചോദനമാകുന്നുണ്ടെങ്കിൽ ആകട്ടെ എന്ന് വിശ്വസിച്ചുകൊണ്ട് തൽക്കാലം ഞാൻ നിർത്തുന്നു. താങ്ക് യു വെരി മച്ച്. താങ്ക് യു ജംഷീദ് സാർ.